നമസ്കാരം. വ്യാജ പ്രണയങ്ങളുടെ ചൂണ്ടലിലൊരുങ്ങി ജീവിതം ഹോമിക്കുന്ന നിഷ്കളങ്ക കൗമാരങ്ങളുടെ കഥ. നാൾക്കുനാൾ ഭീഷണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന VR സുധീഷിൻ്റെ കഥ കേൾക്കാം. അവൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എൻ്റെ ടെലിഫോൺ ബൂത്തിലേക്കാണ് നിത്യവും അവൾ ഫോൺ ചെയ്യാൻ വരാറുണ്ടായിരുന്നത്. അവളുടെ പേര് ഇന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ അവൾ ഒരു ചെറിയ കുട്ടിയാണ്. 17-18 വയസ്സെങ്കിലും കാണും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ടൗണിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ ജീപ്പ് സർവീസ് നടത്തിയിരുന്നു. അന്ന് തൊട്ടേ അവളെ എനിക്കറിയാം. സെൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ ഇറങ്ങാൻ ജീപ്പിലിടയ്ക്ക് അവൾ കയറാറുണ്ട്. ആക്സിഡൻറ്റിൽ വലതുകാൽ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ബൂത്ത് തുടങ്ങിയത്. വികലാംഗന് അനുവദിച്ചു കിട്ടിയ ഔദാര്യം. അവൾ കോളേജിലോ മറ്റോ എത്തി. എന്നെ പരിചയമുള്ളതുകൊണ്ടാകണം എന്നും ഇവിടെ തന്നെ ഫോൺ ചെയ്യാൻ വരുന്നത്. ചില പരിചയം കൊണ്ട് പേര് ചോദിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. നിത്യേന ബൂത്തിലേക്ക് വിളിക്കാൻ വരുന്ന ചിലരുണ്ട്. അധികവും പെൺകുട്ടികളാണ്. മിക്കതും ലോക്കൽ കോൾ ആയിരിക്കും. വിളിച്ച് 24 രൂപ വരെ പോകും. ഞാൻ ഒന്നും പറയാറില്ല. അവരുടെ മനസ്സ് എനിക്കറിയാം. അവരുടെ വികാരങ്ങളും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ക്യാബിനകത്ത് കയറി വാതിലടച്ച് അവർ അവരുടെ ഏകാന്ത രാജ്യത്ത് നിന്ന് ഹൃദയ സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അർജൻറ്റ് കോൾസ് വല്ലതും വന്നാലേ ഞാൻ ഇടപെടാറുള്ളൂ. കാർഗിൽ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ എന്നും ഒരു വൃദ്ധൻ വരാറുണ്ട്. ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. ശാരീരികമായി നന്നേ ക്ലേശിച്ചാണ് അയാൾ എത്താറുള്ളത്. മകനെക്കുറിച്ചുള്ള വിവരമറിയാനാണ്. എവിടെയൊക്കെയോ അയാൾ വിളിച്ചു നോക്കാറുണ്ട്. ഒരു മറുപടിയും ലഭിക്കാതെ കണ്ണു നിറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. ആ പെൺകുട്ടി എന്നും വിളിക്കുന്നത് ഒരേ നമ്പറിലേക്കായിരുന്നു. അതൊരു ലോക്കൽ കോളാണ്. 20-25 മിനിറ്റ് സംസാരിച്ചേ അവൾ ഫോൺ വയ്ക്കാറുള്ളൂ. എത്ര അർജൻറ്റ് കോൾ വന്നാലും അവളോട് ഞാൻ ഒന്നും പറയാറില്ല. പലപ്പോഴും വിയർത്ത് വിവശയായാണ് അവൾ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് വരിക. ചിലപ്പോൾ വ്യസനിച്ച് തേങ്ങാൻ തുടങ്ങുന്ന മുഖവുമായി, ചിലപ്പോൾ അടക്കിപ്പിടിച്ച ചിരിയോടെ. അമർഷത്തിൻ്റെ മുറുമുറുപ്പോടെ മറ്റേതോ ലോകത്തിൽ നഷ്ടപ്പെട്ട് പൈസ തരാൻ പോലും മറന്നവൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അവൾ പഴയ ബാലിക തന്നെയാണ്. എൻ്റെ മകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രം. പൈസ തന്ന് ബാക്കി വാങ്ങാൻ മറന്നും അവൾ ഇറങ്ങിപ്പോകും. ഏത് ലോകത്തിലാണ് ആ പെൺകുട്ടി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു ദിവസം അവൾ അറിയാതെ മുന്നിലെ ഫോൺ എടുത്ത് ഞാൻ ചെവിയിൽ വച്ചപ്പോൾ അപ്പുറത്ത് മുരളിച്ച പോലെ തോന്നുന്ന ഒരു പുരുഷ ശബ്ദം. ഒരു തവണ ക്യാബിനകത്ത് ശബ്ദമെടുത്ത് ഭ്രാന്തമായി അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നതായി അറിഞ്ഞു. ഒന്നും വ്യക്തമല്ലായിരുന്നു. ചില്ലുവാതിലിലൂടെ ക്ഷോഭത്തിൻ്റെ കൈമുദ്രകളും മുഖഭാവങ്ങളും തെളിഞ്ഞു കണ്ടു. മറ്റൊരു ദിവസം അവൾ കരയുക തന്നെ ചെയ്തു. കരച്ചിലിൻ്റെ മഴ ചില്ലുവാതിലിനപ്പുറം പെയ്തു. ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല. ഞാനിതൊക്കെ കാണുന്നുണ്ടെന്നറിഞ്ഞിട്ടും അവൾക്ക് കുലുക്കമില്ലായിരുന്നു. 2-3 ദിവസം തുടർച്ചയായി അവൾ കരയുന്നത് കണ്ടു. ഒരുപാട് നേരം സംസാരിച്ച് കരഞ്ഞ് വാക്കുകൾ തീർന്നാണ് അവൾ പുറത്തേക്ക് വന്നത്. എന്നിട്ടും ഞാൻ ഒന്നും ചോദിച്ചില്ല. അടുത്ത ദിവസം മേഘക്കോള് നീങ്ങി ചന്ദ്രോദയം കണ്ടു. അവൾ ചിരിച്ച് ഉല്ലാസവതിയായി പുറത്തേക്കിറങ്ങി. പൈസ തരാൻ മറന്ന് കൈവീശി ഇറങ്ങിപ്പോയി. പിന്നെ 2 ദിവസത്തേക്ക് കണ്ടില്ല. അതിനടുത്ത ദിവസം വന്നത് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ്. ഏകദേശം 45 മിനിറ്റോളം അന്ന് അവൾ സംസാരിച്ചു കാണണം. ആരൊക്കെയോ വിളിക്കാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. 1-2 പേർ മടുത്ത് ഇറങ്ങിപ്പോയി. ഞാൻ അവളോട് ഒന്നും പറയാൻ പോയില്ല. ചില്ലുവാതിലിനപ്പുറം അവൾ തേങ്ങലിൻ്റെ മഴയാകുന്നത് അറിഞ്ഞു. അന്നാണ് അവൾ വിളിക്കുന്ന നമ്പർ ശ്രദ്ധിച്ചത്. അത് ആരുടെ നമ്പറാണെന്ന് ഒരു പിടിയുമില്ല. അവൾ പോയപ്പോൾ എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചു ചോദിച്ചു. അടുത്ത ദിവസം അവൾ വന്നപ്പോൾ ഞാൻ തമാശയോടെ ചോദിച്ചു, അപ്പുറത്തെ ഷോപ്പിലേക്ക് എന്താ ഫോൺ ചെയ്യുന്നേ? നേരിട്ട് പോയാൽ പോരെ? അവൾ വല്ലാതെയായി. ജാള്യത്തോടെ ക്യാബിനകത്ത് കയറി ഫോൺ ചെയ്ത് അവൾ പെട്ടെന്ന് സംസാരം നിർത്തി. പിന്നീട് ഒരിക്കലും അവൾ എൻ്റെ ബൂത്തിലേക്ക് വന്നിട്ടേയില്ല. എനിക്കതിൽ കുറ്റബോധവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അവളെ കാണുമ്പോൾ അത് അറിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ടില്ല. കണ്ടു ഒരു തവണ. കൂൾബാറിന് മുന്നിൽ വച്ച്. കൂടെ ഒരു ചെറുക്കനുമുണ്ട്. ഞാൻ ഊണ് കഴിക്കാൻ പോകുകയായിരുന്നു. ബൈക്കിൽ ചാരി നിന്ന് സംസാരിക്കുകയാണ് ചെറുക്കൻ. അവൾ തല താഴ്ത്തി നിൽക്കുന്നു.
ഇളം നീല ഷർട്ടും ജീൻസുമാണ് ചെറുക്കൻ്റെ വേഷം. ബൂത്തിനപ്പുറത്തെ കെട്ടിടത്തിൽ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനാണെന്ന് തോന്നുന്നു വീഡിയോ ഷോപ്പ് നടത്തുന്നത്. അവൾ എന്നെ കണ്ടില്ല. ചെറുക്കനുള്ളതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്നുമില്ല. അവൾ ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. രമ്യ ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേൾ മിനിയാണ് ഫോൺ ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞത്. പത്രത്തിൽ വലിയ വാർത്തയായി വന്നിരുന്നു പോൽ. എന്തോ ഞാൻ വായിച്ചിരുന്നില്ല. കേട്ടപ്പോൾ ശരിക്കും ഞാൻ മരവിച്ചു. അവൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ഒരു ചിത്രം എൻ്റെ മനസ്സിൽ തൂങ്ങി. മരിച്ച ദിവസം ഏകദേശം ഊഹിച്ച് ഞാൻ പത്രങ്ങളൊക്കെ പരതി നോക്കി. ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ വാർത്ത 2-3 എണ്ണം ഓരോ ദിവസത്തെ പത്രത്തിലുമുണ്ട്. ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ചു മരിച്ച കമിതാക്കൾ, കാമുകിയെ കഴുത്തുഞെരിച്ചു കൊന്ന കാമുകൻ, തീവണ്ടിക്ക് മുന്നിൽ ചിതറിയ പെൺകുട്ടി, തൂങ്ങി മരിച്ച് കിണറ്റിൽ ചാടി. ആത്മഹത്യകൾ നിറഞ്ഞ പത്രങ്ങളിൽ നിന്ന് എനിക്ക് അവളുടെ മരണവാർത്ത തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവളുടെ പേരെന്തായിരുന്നു? പെട്ടെന്ന് ഒരു പെൺകുട്ടി ബൂത്തിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പത്രം മടക്കി വെച്ചു. ഇന്നേ വരെ കാണാത്ത മുഖമാണ്. അവൾ ക്യാബിനകത്ത് കയറി ഡയൽ കറക്കിയപ്പോൾ ഞാൻ ഡിസ്പ്ലേ ശ്രദ്ധിച്ചു. എൻ്റെ നെഞ്ചിടിച്ചു. ചുവന്ന അക്കങ്ങൾ കണ്ണുകളിൽ പാളി. അതേ നമ്പർ. തൊട്ടടുത്ത കെട്ടിടത്തിലെ വീഡിയോ ഷോപ്പിൻ്റെ നമ്പർ. ക്യാബിനകത്ത് അവൾ ആഹ്ലാദിച്ചു തുളുമ്പുമ്പോൾ ഞാനൊന്ന് അലറി വിളിച്ചുപോയി. പെൺകുട്ടി നടുക്കത്തോടെ പേടിച്ചാണ് പുറത്തേക്കിറങ്ങിയത്. പേഴ്സിൽ നിന്നും നാണയത്തുട്ടുകൾ മേശപ്പുറത്തേക്കെറിഞ്ഞ് അവൾ ഇറങ്ങി ഓടുക തന്നെ ചെയ്തു. ഞാൻ മരവിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ശക്തമായി നെഞ്ചുവേദന തോന്നി. പിന്നീട് ബൂത്തിലേക്ക് കയറി വന്ന പെൺകുട്ടി കറക്കിയ നമ്പർ ഞാൻ നോക്കിയതേയില്ല. കഥ അവസാനിക്കുന്നു.